എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്റ്റൂ ആണ്. നൂലപ്പം, ചപ്പാത്തി, പത്തിരി ഇവയുടെയൊക്കെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മീഡിയം സൈസിലുള്ള 5 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പുഴുങ്ങി തൊലി കളഞ്ഞ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവസാനം വരുന്ന ആ കട്ടകൾ ഒന്ന് കൈകൊണ്ട് ഉടച്ച് അതിൽ തന്നെ ഇടാം. എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. അതിനുശേഷം അരപ്പ് തയ്യാറാക്കാം. ഒരു ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് നാളികേരം, ഒരു 4 ഏലക്കായ എന്നിവ ചേർക്കുക. ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കുക. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുക. 2 തണ്ട് കറിവേപ്പില കൈകൊണ്ടൊന്ന് പതുക്കെ തിരുമ്മി അതിലേക്ക് ഇടുക. ഇനി എരിവിനായി 1 ടീസ്പൂൺ കുരുമുളകാണ് ഞാനിവിടെ ചതച്ച് ചേർക്കുന്നത്. അധികം എരിവിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുരുമുളക് മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. പച്ചമുളക് ഓൾറെഡി എരിവില്ലാത്തതാണ്. അപ്പോൾ കുരുമുളക് ചേർത്തുകൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മാത്രമേ ഇളക്കേണ്ട ആവശ്യമുള്ളൂ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒട്ടും വെള്ളമില്ല, അതുകൊണ്ട് തന്നെ നമുക്കതിന് പാകത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കാം. മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ കറി ലൂസാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ചാറ് വറ്റി വരുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരല്പം കൂടെ വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ചൂടാറിയാൽ അല്ലെങ്കിൽ ഇത് വല്ലാതെ കുറുകി പോകുന്നതാണ്. അപ്പോൾ ഒരല്പം കൂടെ വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ച് വരുമ്പോൾ ഇത് ശരിയാകുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വയ്ക്കുക. സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഇതിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ്. ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം എരിവില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.